സ്പീച്ചിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കയറുകയാണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എങ്ങനെ ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാം. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ നേരത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ക്ലിയർ ചെയ്തിരുന്നു. ഓർമ്മയില്ലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സെൻറ്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ, ഒരു വാചകം, സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ വാചകം, ഇംഗ്ലീഷിൽ നമ്മൾ എവിടെയെങ്കിലും ആരോടെങ്കിലും പറയുമ്പോഴോ എഴുതുമ്പോഴോ അതിൽ ആശ്ചര്യം കലരുന്നുണ്ടെങ്കിൽ, എക്സ്ക്ലമേഷൻ കലരുന്നുണ്ടെങ്കിൽ അതാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഒരു ചിത്രം കണ്ടിട്ട് എന്തൊരു മനോഹരമായ ചിത്രം ഇത്, വാട്ട് എ ബ്യൂട്ടിഫുൾ പിക്ചർ ദിസ് ഈസ്. ഇപ്പോൾ ഒരു ദയ കണ്ടാൽ എന്തൊരു ദയ ഇത്, വാട്ട് എ പിറ്റി ഇറ്റ് ഈസ്. ഇപ്പോൾ ഒരു കുട്ടി വല്ലാതെ സാമർഥ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഹൗ ക്ലവർ, ഹൗ വൈസ്, ഹൗ ഇൻ്റലിജൻറ്റ്. അപ്പോൾ അതൊക്കെയാണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതുപോലെ ഓ ഇറ്റ് ഈസ് വെരി കോൾഡ്, ഓ എന്തൊരു തണുപ്പ്. ഇങ്ങനെയൊക്കെ പറയുന്ന ആശ്ചര്യം കലർത്തി പറയുന്ന സെൻറ്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുക. വായിക്കാനറിയാലോ, എക്സ് ക്ലാ മേ ടെറി, ഈ രണ്ടക്ഷരം കൂട്ടി വായിക്കുക. എക്സ് ക്ലാ മേ ടെറി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാമർ പാറ്റേൺ, വ്യാകരണ സമ്പ്രദായം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. സെൻറ്റൻസിൻ്റെ ആരംഭത്തിൽ വാട്ട് എന്ന വാക്ക് വേണം, അല്ലെങ്കിൽ ഹൗ വേണം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻ്റർജെക്ഷൻ വേണം. വാട്ടിലോ ഹൗവിലോ ഇൻ്റർജെക്ഷനിലോ ആണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആരംഭിക്കേണ്ടത്. സെൻറ്റൻസിൻ്റെ അവസാനം ആശ്ചര്യചിഹ്നം ഉണ്ടാവണം. ആശ്ചര്യചിഹ്നത്തിനാണ് എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്. അതിൽ ഇൻ്റർജെക്ഷൻ കഴിഞ്ഞപാടാണ് എക്സ്ക്ലമേഷൻ മാർക്ക് വരിക എന്നും പറഞ്ഞു. വാചകാന്ത്യത്തിൽ ഫുൾ സ്റ്റോപ്പാണ് വരിക. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്നറിയില്ല. വ്യാക്ഷേപകം എന്നാണ് അതിന് മലയാളത്തിൽ പറയുക. അങ്ങനെ പറഞ്ഞാൽ എന്താ, ആശ്ചര്യം വരുമ്പോൾ നമ്മൾ അർത്ഥമില്ലാത്ത, അതായത് നിഘണ്ടുവിൽ പോലും ഡിക്ഷണറിയിൽ പോലും അർത്ഥം കൊടുക്കാത്ത ചില വാക്കുകൾ നമ്മൾ ഈ ആശ്ചര്യം വരുമ്പോൾ ഉപയോഗിക്കാറുണ്ട്. ഇതാ ഓ, ആ, ഹാ, ഹൂ, ഹീ, ഓ. അതുപോലെ ഇംഗ്ലീഷുകാരനാക്കുന്ന ചില ശബ്ദങ്ങൾ അലാസ്, ഹുറാ, ഗുഡ് ഹെവൻസ്. ഇതിനൊന്നും അർത്ഥം ചോദിക്കല്ലേ. ഇതെല്ലാം നമ്മൾ ആശ്ചര്യം വരുമ്പോൾ ഉണ്ടാക്കുന്ന ചില ശബ്ദങ്ങളാണ്. അത് വാക്കുകളായി രൂപാന്തരപ്പെടുമ്പം അതിനൊക്കെയാണ് കുട്ടികളെ ഇൻ്റർജെക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുക. മലയാളത്തിൽ വ്യാക്ഷേപകം എന്ന് പറയൽ. ആക്ഷേപകമല്ല, വ്യാക്ഷേപകം. അപ്പോൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആവണമെങ്കിൽ സച്ച് എ സെൻറ്റൻസ് ഷുഡ് ബിഗിൻ വിത്ത് വാട്ട് ഓർ ഹൗ ഓർ എനി ഇൻ്റർജെക്ഷൻ, ഏതെങ്കിലും ഒരു ഇൻ്റർജെക്ഷനിൽ തുടങ്ങണം. എന്നിട്ട് ആ സെൻറ്റൻസിൽ എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടാവണം. എക്സാമ്പിൾ നോക്കി, വാട്ട് എ പിറ്റി, എന്തൊരു ദയാ. ആശ്ചര്യചിഹ്നത. വാട്ട് എ ഫൈൻ മോർണിംഗ് ഡിസീസ്, എന്തൊരു നല്ല പ്രഭാതമാണിത്. ഇവിടെ ചില കുട്ടികൾക്ക് ഈ വാട്ട് എന്ന് കാണുമ്പം അത് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് അല്ലേ എന്നുള്ള കൺഫ്യൂഷനൊക്കെ വരും. കാരണം ഇതൊരു ക്വസ്റ്റ്യൻ വേർഡാണല്ലോ. ധാരണ വന്ന കുട്ടികൾ അത് തിരുത്തുകയും ചെയ്യും. കാരണം ചില ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ വേർഡ് മുമ്പിലുള്ളത് കൊണ്ട് ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആവണമെന്നില്ല. ക്വസ്റ്റ്യൻ വേർഡ് അല്ലെങ്കിൽ WH വേർഡായ വാട്ട്, വെൻ, വൈ, വെയർ പോലുള്ള വാക്കുകൾക്ക് ശേഷം ഓക്സിലറി വർബ്, സബ്ജക്റ്റ്, മെയിൻ വർബ്, VSV ഘടനയിൽ വാക്കുകളും ക്രമീകരിക്കണം. പിന്നെ അവസാനം ചോദ്യചിഹ്നം ഉണ്ടാവണം. ഇതൊരു ക്വസ്റ്റ്യൻ വാചകമാവണമെങ്കിൽ വാട്ട് കഴിഞ്ഞ വാട് ഓക്സിലറി വർബായ ഈസ് വാട്ടിന് ശേഷം വരണം.
പിന്നെ സബ്ജക്റ്റായ ദിസ് അതിന് ശേഷം വരണം. വാട്ട് ഈസ് ദിസ് നിൽക്കും ചോദിക്കല്ലേ. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ആർ യു ഡൂയിങ്. അടയ്ക്ക് നോക്കിയാൽ വാട്ട് കഴിഞ്ഞിട്ട് ആർ, വാട്ട് കഴിഞ്ഞിട്ട് ഈസ്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാണ് ഓക്സിലറി വർബ്, പിന്നെ സബ്ജക്റ്റ്, പിന്നെ മെയിൻ വർബ്, അവസാനം ചോദ്യചിഹ്നം. ആ ടൈപ്പല്ല ഇത്. ഇവിടെ നോക്കിയ വാട്ടിൽ തുടങ്ങി ആ ഓക്സിലറി വർബൊക്കെ സെൻറ്റൻസിൻ്റെ എൻഡിലാണ് ഉള്ളത്, അവസാനം. അതുപോലെ സബ്ജക്റ്റ് അതിൻ്റെ മുന്നിലിതാ. സബ്ജക്റ്റും വർബൊക്കെ സെൻറ്റൻസിൻ്റെ എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൻ്റെ ഒരു സവിശേഷതയാണ് കുട്ടികളെ. അപ്പം വാട്ടിൽ തുടങ്ങി ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ ആശ്ചര്യം കലർത്തി പറയുന്ന വാചകങ്ങളാണ് എക്സ്ക്ലമേറ്ററി. ഇനി ഹൗവിൽ തുടങ്ങുന്ന ഒരു വാക്യം ഇതാ. ഹൗ സെൽഫിഷ് ഹീസ്. എന്തൊരു സ്വാർത്ഥിയാണവൻ. ഓക്കെ, സബ്ജക്റ്റും വർബുദ പറകിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ചെയ്ത് ആശ്ചര്യം. നോ ഡൗട്ട് ദിസ് ഈസ് എൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അതുപോലെ ആശ്ചര്യചിഹ്നുത. ഇറ്റ് ഈസ് വെരി ഹോട്ട്. ഓ എന്തൊരു ചൂട്. ആശ്ചര്യമാണ് ഇതിലുള്ളത്. ഇൻ്റർജെക്ഷനിലാണ് തുടങ്ങിയത്. ഇതാ ഇൻ്റർജെക്ഷനിൽ ഈ വാക്കുകളെയൊക്കെ വിളിക്കുക അല്ലേ. അലാസ് ഹി ഹാസ് കം. അലാസ് എന്നുള്ളതിന് അർത്ഥമൊന്നുമില്ലേ. ഹുറാ എന്നെല്ലാം പറഞ്ഞാൽ ഒരു അർത്ഥവുമില്ല. ഇങ്ങനെയുള്ള വാക്കിനെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. ഏതോ ഒരു PSC ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഹുറാ ഉദ്ധരണി തന്നു, ഈസ് ഡാഷ്. ഓപ്ഷനിൽ നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, ഇൻ്റർജെക്ഷൻ. ഏതാ ശരി? ഇൻ്റർജെക്ഷൻ. അർത്ഥമില്ലാത്ത വാക്കല്ലേ, ഇൻ്റർജെക്ഷൻ എന്നാണ് അതിന് വിളിക്കല്. ഹുറാ, ഓ ഹാ എന്നെല്ലാം പറയുന്ന വാക്കിന്. അപ്പം എൻ്റെ കുട്ടികൾ നോക്ക്, ഈ ബോർഡിൽ എഴുതിയ ഈ രണ്ട് സെൻറ്റൻസ് ഒക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് എക്സാമ്പിളാണ്. ഇങ്ങനെയുള്ള ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസാണ് ഡയറക്റ്റ് സ്പീച്ചിൽ തന്നിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ PSC എക്സാമിന് വരുന്നതെങ്കിൽ ഹൗ വിൽ യു ചേഞ്ച് ഇറ്റ്? എങ്ങനെ നിങ്ങൾ അതിനെ ചേഞ്ച് ചെയ്യും? അസേർട്ടീവിൻ്റെ റൂള് ഞാൻ പറഞ്ഞു, ഇംപറേറ്റീവിൻ്റെ പറഞ്ഞു, എക്സ്ക്ലമേറ്ററിയുടേത് പറഞ്ഞു, ഇനി ഇൻറ്ററോഗേറ്റീവിൻ്റെത് പറഞ്ഞു, ഇനി എക്സ്ക്ലമേറ്ററിയുടേതാണ് പറയാൻ പോകുന്നത്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് നോക്കാം. ദ ഓൾഡ് മാൻ ടോൾഡ് മീ. കൊമയിത ഇൻവെർട്ടഡ് കൊമ തുടങ്ങുന്നത്. വാട്ട് എ ഫൈൻ ഈവനിങ് ദിസ് ഈസ്. വാട്ട് എ ഫൈൻ ഈവനിങ് ദിസ് ഈസ്. എക്സ്ക്ലമേഷൻ മാർക്ക് ചെയ്ത ഇൻവെർട്ടഡ് കൊമ ക്ലോസ് ചെയ്തിട്ടതാ. അപ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്, അല്ലെങ്കിൽ ദ ഇൻഡയറക്റ്റ് സ്പീച്ച് ഓഫ് ഡിസീസ് എന്നാണ് നിർദ്ദേശം ഉണ്ടാവരുത്. ഈ തന്നതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്നു. പിന്നെ ABCD എന്ന് പറഞ്ഞാൽ 4 ആൻസർ അവർ തരും. ഓപ്ഷൻ 9 പറയുക. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ എങ്ങനെ എഴുതണം എന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഇതുവരെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന ഈ ചാപ്റ്ററിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഏതൊരു ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ്, ഇൻവെർട്ടഡ് കൊമക്കകത്ത് അവർ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഇല്ലേ, വാചകം, അത് ഏത് സെൻറ്റൻസാണെന്ന് തിരിച്ചറിയണം. ഇംഗ്ലീഷിൽ 4 തരം സെൻറ്റൻസാണ് ഉള്ളത്. അസേർട്ടീവ്, ഇംപറേറ്റീവ്, ഇൻറ്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ആ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ഒരു കുട്ടി സ്പീഡിയായി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ്. വളരെ വേഗത്തിൽ ചെയ്യണ്ടേ, അത്രയുള്ള സമയമുള്ളൂ നമുക്ക്. അപ്പോൾ നോക്കാം. അപ്പോൾ അറിവ് നമുക്ക് ആഴത്തിലുണ്ടെങ്കിലേ എത്ര വേഗം കണ്ടുപിടിക്കാനാവുള്ളൂ. ഉദ്ധരണിയുടെ ഉള്ളിലേക്ക് നോക്ക്, ഇൻവെർട്ടഡ് കൊമയുടെ ഉള്ളിലേക്ക് നോക്ക്. വാട്ടിലാ തുടങ്ങുന്നത്. ചില അത്രയും നോക്കൂലൂ. ക്വസ്റ്റ്യൻ അതാ എന്നല്ല, ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് അതാ, ഇൻട്രോഗേറ്റീവ് അതാ എന്നല്ലോ. അല്ല, വാട്ട് കഴിഞ്ഞ പാട് ഓക്സിലറി വെർബില്ല, സബ്ജക്റ്റില്ല, വെർബില്ല. ആ പാറ്റേണിലല്ല വാക്കുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഓക്സിലറി വെർബൊക്കെ പിറകിലുള്ളത്. മാത്രമല്ല, ചിഹ്നമായി തന്നിരിക്കുന്നത് ആശ്ചര്യചിഹ്നമാണ്, എക്സ്ക്ലമേഷൻ മാർക്കാണ് തന്നത്. അപ്പോൾ ഇത് ഇൻറ്ററോഗേറ്റീവ് അല്ല, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് തന്നത്.
ഇനി എൻ്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് ഇൻവെർട്ടഡ് കൊമക്കകത്ത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ് തന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് ചെയ്താൽ എങ്ങനെയാണെന്ന് കേട്ടോ. അസേർട്ടീവോ ഇംപറേറ്റീവോ ഇൻ്ററോഗേറ്റീവോ ചെയ്ത അതിനൊക്കെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയ ആ ഒരു നിയമാവലി ഇതിന് പറ്റില്ല. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് നേരിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇല്ല എന്നുള്ളതാണ് സത്യം. വി കാൺട് ചേഞ്ച് എൻ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച് ഡയറക്ട്ലി. നേരിട്ട് അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാനാവില്ല. അപ്പം പിന്നെന്ത് മാർഗം എന്ന് ചോദിച്ചാൽ അവരെഴുതി വെച്ച നിയമം ഞാൻ പറഞ്ഞേരല്ലേ. The given exclamatory sentence is to be changed as assertive sentence at first. ഈ തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ അസേർട്ടീവ് സെൻറ്റൻസ് ആക്കി നിങ്ങൾ മാറ്റണം. അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ തന്നെ മറ്റൊരു പേരല്ലേ സ്റ്റേറ്റ്മെൻറ്റ്, മറ്റൊരു പേരല്ലേ ഡിക്ലറേറ്റീവ്, മറ്റൊരു പേരല്ലേ എഫേർമേറ്റീവ്. അപ്പം ഈ സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ എഫർമേറ്റീവ് ആക്കി മാറ്റണം. അങ്ങനെ മാറ്റണമെങ്കിൽ എങ്ങനെയാണ് ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതൽ, സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതൽ? സബ്ജക്റ്റ് വർബലായിരിക്കും. അപ്പോൾ എന്തൊരു നല്ല സായാഹ്നമാണിത്, അല്ല വൈകുന്നേരമാണിത്, ഇത് നല്ലൊരു വൈകുന്നേരമാണ് എന്ന രീതിയിലേക്ക് മാറ്റണം. അതതിൻ്റെ മലയാള ആശയം. പക്ഷേ ഇംഗ്ലീഷിൽ അതിൻ്റെ പാറ്റേണൊക്കെ ഇല്ലേ. അസേർട്ടീവ് സെൻറ്റൻസ് ആക്കി മാറ്റുമ്പം ആദ്യം ഇതിലെ സബ്ജക്റ്റ് പുറത്തേക്ക് എടുക്കണം, അത് ദിസ്. പിന്നെ വേണ്ടത് ഇതിലെ വേബ് ഏതാ? ഈസ്. പിന്നെ ഈ വാട്ടിനെ ഒഴിവാക്കി ബാക്കി ഏതാ? എ ഫൈൻ ഈവനിങ്. അപ്പോൾ വാട്ട് എ ഫൈൻ ഈവനിങ് ദിസ് ഈസ് എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രൂപം എങ്ങനെയാ? അസേർട്ടീവ് രൂപം എങ്ങനെയാ? ദിസ് ഈസ് എ ഫൈൻ ഈവനിങ്, അല്ല ദിസ് ഈസ് എ വെരി ഫൈൻ ഈവനിങ്. വെരിന്ന് ഏ കഴിഞ്ഞിട്ട് എഴുതിയാലും പ്രശ്നമില്ല, വേണ്ട, ദിസ് ഈസ് എ ഫൈൻ ഈവനിങ് എന്ന് മതി. അപ്പോൾ ഇത് ആൻസർ അല്ല, ഇത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ചെയ്യേണ്ട സ്റ്റെപ്പാണ്. തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ ഇതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റുക, അസേർട്ടീവ് ആക്കി മാറ്റുക. ഇനി രണ്ടാമത്തെ നിയമം, ഈ അസേർട്ടീവ് സെൻറ്റൻസിനെയാണ് ഇനി നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുന്നത്. അസേർട്ടീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള നിയമങ്ങൾക്ക് ഓർമ്മയുള്ള ആൾക്ക് എൻ്റെ കൂടെ വരാം. പക്ഷേ എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഒരു എക്സ്ക്ലമേറ്ററിയാണ് അവർ ക്വസ്റ്റ്യനായി തന്നിനി. അതിന് നിങ്ങൾ ആൻസർ എഴുതാനുള്ള സൗകര്യത്തിനായിട്ട് അതിനെ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയേ ഇല്ലൂ. പക്ഷേ എക്സ്ക്ലമേറ്ററി തന്നെ മാറ്റുക എന്ന ധർമ്മം നിങ്ങൾ പറഞ്ഞുകൂടാ. അപ്പം നമ്മൾ എക്സ്ക്ലമേറ്ററിനെ തന്നെയാണ് മാറ്റുന്നതെന്ന് കാണിക്കാൻ രണ്ടാമത്തെ നിയമമായി കൊടുത്തത് കേട്ടോ, ഈ റിപ്പോർട്ടിംഗ് വർബില്ലേ അവർ തന്നത്, അതിന് സെഡോ ടോൾഡോ ആസ്കഡോ എന്ത് തന്നാലും അതിനെ നിങ്ങളുടെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആകുന്ന നിങ്ങളുടെ ഉത്തരത്തിൽ എക്സ്ക്ലെയിം ആക്കി മാറ്റണം. എക്സ്ക്ലെയിംഡ്. ടെല്ലാണെങ്കിൽ എക്സ്ക്ലെയിം, ടെൽസ് ആണെങ്കിൽ എക്സ്ക്ലെയിംസ്. ഇവിടെ ഇപ്പോൾ ടോൾഡാ തന്നിനി, പാസ്റ്റാ തന്നിനി. അപ്പോൾ എക്സ്ക്ലെയിമോ എക്സ്ക്ലെയിംസോ പോരാ, എക്സ്ക്ലെയിംഡ് എഴുതണം. ആശ്ചര്യത്തോടെ പറഞ്ഞു എന്ന് അതിൻ്റെ മലയാളം. അങ്ങനെ ആക്കിയിട്ട് ഉത്തരം എഴുതിയാൽ എക്സ്ക്ലമേറ്ററിൽ തന്നെ മാറ്റി എന്നുള്ളൊരു ധാരണയും വരുമല്ലോ. അപ്പോൾ രണ്ടാം നിയമമാണ്, റിപ്പോർട്ടിംഗ് വർബ് എന്തവർ തന്നാലും അതിന് നിങ്ങൾ എക്സ്ക്ലെയിം എന്ന രൂപത്തിലേക്ക് മാറ്റണം, എക്സ്ക്ലെയിംഡ് എന്ന രൂപത്തിലേക്ക് മാറ്റണം. അപ്പം എങ്ങനെ? ദ ഓൾഡ് മാൻ ടോൾഡിനെ എക്സ്ക്ലെയിംഡ് ആക്കി, പിന്നെ മീ. ഇനി നമ്മൾ മാറ്റുന്നത് ഇതിനെയല്ല, ഇതിനെയാണ്. ഇതിനെ നേരിട്ട് മാറ്റാനാവൂല എന്ന് പറഞ്ഞു. അതിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് ഇതിനെയാണ് മാറ്റാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എഴുതേണ്ടതാണ്. എനിക്കിപ്പം ബോർഡുള്ളത് കൊണ്ട് ഞാനിവിടെ എഴുതി. ഇനി അസേർട്ടീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഞാൻ എൻ്റെ കുട്ടികൾക്ക് 4 നിയമങ്ങൾ പറഞ്ഞു തന്നിനി. റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആൻസറും പ്രസൻറ്റ് ടെൻസിലാണ്. ഇവിടെ റിപ്പോർട്ടിംഗ് വർബ് ടോൾഡാണ്, അതിനെ നിങ്ങൾ പിടിച്ച് എക്സ്ക്ലെയിംഡ് ആക്കി. അപ്പോൾ അത് പാസ്റ്റാണ്, പ്രസൻറ്റ് ടെൻസിലല്ല. അത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആൻസറും പ്രസൻറ്റ് ടെൻസിലാവണം. എന്നാൽ റിപ്പോർട്ടിംഗ് വർബ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആൻസർ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. റിപ്പോർട്ടിംഗ് വർബും പാസ്റ്റ്, തന്ന വാചകത്തിലെ വർബും പാസ്റ്റ് ആണെങ്കിൽ
ദ ആൻസർ ഷുഡ് ബി ഇൻ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പോൾ ഉത്തരം പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആവും. ഹാഡ് ചേർത്തിട്ട് V3 വെർബ് എഴുതണം. ഇവിടിപ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിൽ തന്നത് പ്രസന്റ് ടെൻസിലാണ്. ആൻസർ പാസ്റ്റിലേക്ക് മാറ്റിയാൽ മതി. റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ആണെങ്കിൽ ആൻസർ പാസ്റ്റ് അല്ലേ. ഇനി അസേർട്ടീവ് സെന്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ദാറ്റ് എന്നൊരു കഞ്ചങ്ഷൻ ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഓർമ്മയുണ്ടല്ലോ? അതെഴുതി. ഇനി ഈ സെന്റൻസിനെ നമ്മൾ മാറ്റി എഴുതാൻ പോയിന്ന്. ദിസ് എന്ന വാക്കാണ് ഇതിലെ സബ്ജക്റ്റ്. ദിസ് എന്ന വാക്കിന് സബ്ജക്റ്റ് അല്ല, ഏത് അർത്ഥത്തിൽ വന്നാലും അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പം ദാറ്റ് എന്നാവണം. അപ്പം ഈ രണ്ട് ദാറ്റും കൺഫ്യൂഷൻ ആവല്ലേ. ഈ ദാറ്റ് കഞ്ചങ്ഷൻ ദാറ്റാണ്, ഇത് സബ്ജക്റ്റ് ആകുന്ന ദാറ്റാണ്. ഇത് രണ്ടും ഒന്നല്ല. സ്പെല്ലിങ്ങും കണ്ടാലും ഉച്ചാരണവും ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ രണ്ടിൻ്റെയും ധർമ്മം വേറെ വേറെയാണ്. ഇത് ഈ രണ്ട് ഭാഗത്തെയും കൂട്ടിയോജിപ്പിക്കുന്ന ദാറ്റ്. ഇത് ദിസ് ദാറ്റായ ദാറ്റാണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇനി ഓക്സിലറി വെർബ് അവർ ഈസാ തന്നു, ഇനി പ്രസന്റ് ടെൻസിലാണ് തന്നത്. നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റാണ്. അപ്പോൾ ഈസ് അല്ല ആൻസറിൽ എഴുതേണ്ട, അതിൻ്റെ പാസ്റ്റ്. ഈസിൻ്റെ പാസ്റ്റ് വാസ്. അപ്പോൾ ദാറ്റ് വാസ് എ ഫൈൻ ഈവനിങ് എന്ന് വരും. ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് പറയൽ രണ്ട് ദാറ്റ് എന്തിന്? ആ രണ്ട് ദാറ്റ് വേണ്ടാന്ന് തോന്നുന്നവരാരാന്നറിയോ? ഇങ്ങനെ വായിക്കുന്നവർ. ദ ഓൾഡ് മാൻ എക്സ്ക്ലെയിംഡ് മീ ദാറ്റ് വാസ് എ ഫൈൻ ഈവനിങ്. അവർക്ക് രണ്ട് ദാറ്റ് വേണ്ട. ഇങ്ങനെയാണോ ഇംഗ്ലീഷ് സെൻറ്റൻസ് വായിക്കേണ്ടത്? ഇതെങ്ങനെയാണ് വായിക്കുക? ദ ഓൾഡ് മാൻ എക്സ്ക്ലെയിംഡ് മീ ദാറ്റ് വാസ് എ ഫൈൻ ഈവനിങ്. ദാറ്റുമല്ല, രണ്ട് ദാറ്റും വേറെ പറയാം. ദ ഓൾഡ് മാൻ എക്സ്ക്ലെയിംഡ് മീ ദാറ്റ് വാസ് എ ഫൈൻ ഈവനിങ്. ഇതാണ് ആൻസർ. അപ്പോൾ രണ്ട് ദാറ്റും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ എ എന്നുള്ള ഓപ്ഷൻ, ബി എന്നുള്ള ഓപ്ഷൻ, സി എന്നുള്ള ഓപ്ഷൻ, ഡി എന്നുള്ള ഓപ്ഷൻ എന്നതും അതിൽ ഈ ആൻസറാണ് ശരി. ക്ലിയറായോ? അപ്പോൾ എന്താ നിയമം? ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാൻ തന്നാൽ തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് ആദ്യം മാറ്റണം. അസേർട്ടീവ് ആക്കിയിട്ട് ഇതുപോലെ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റണം. എന്നിട്ട് അതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റേണ്ടത്. മാറ്റുമ്പോൾ റിപ്പോർട്ടിംഗ് വെർബ് ഏതാണോ തന്നിന് ദാറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് ആസ് എക്സ്ക്ലെയിം. അതിനെ എക്സ്ക്ലെയിംഡ് ആക്കിയിട്ട് മാറ്റണം. ടോൾഡ് തന്നുകൊണ്ടാണ്. ടെല്ലാ തന്നിനെങ്കിൽ എക്സ്ക്ലെയിം, ടെൽസാ തന്നിനെങ്കിൽ എക്സ്ക്ലെയിംസ് എന്നാക്കണം. എന്നിട്ട് ദാറ്റ് എന്ന കഞ്ചങ്ഷൻ ചേർത്തിട്ട് സെൻറ്റൻസിനെ മാറ്റണം. രണ്ട് ദാറ്റ് വന്നത് എന്തുകൊണ്ട്? ദിസ് ദാറ്റായത്. ഇത് കഞ്ചങ്ഷൻ ദാറ്റാണ്. രണ്ടും വെവ്വേറെ ദാറ്റാണ്. രണ്ടും ആൻസറിൽ എഴുതണം. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ദ സ്ട്രേഞ്ചർ ടെൽസ് മീ, ഇൻവെർട്ടഡ് കൊമയിൽ, ഹൗ സെൽഫിഷ് he is. ഇപ്പോൾ അധികം സമയം കണ്ട് എല്ലാവരും നോക്ക്. ഇൻവേർട്ടഡ് കൊമക്കകത്തേക്ക് നോക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞാൽ എന്താ നോക്കേണ്ടത്? ആ തന്ന സെൻറ്റൻസ് ഏത് സെൻറ്റൻസ്? അസേർട്ടീവോ, ഇമ്പറേറ്റീവോ, ഇൻറ്ററോഗേറ്റീവോ, എക്സ്ക്ലമേറ്ററിയോ? ഹൗല തുടങ്ങിയത്. വാട്ടിലോ ഹൗലോ തുടങ്ങിയാൽ ഒരു സംശയം എൻ്റെ കുട്ടിക്ക് വേണ്ട, അത് എക്സ്ക്ലമേറ്ററി ആണ്. അതിൽ തുടങ്ങി സബ്ജക്റ്റും വെർബൊക്കെ പിറകിലും അവസാനം എക്സ്ക്ലമേഷൻ മാർക്കും ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പോൾ തന്നിരിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അന്നേരം തന്നെ മനസ്സിൽ കൂടി പറയണം, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന് നേരിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇല്ല. അതിനെ ആദ്യം അസേർട്ടീവാക്കി മാറ്റി അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റണം. അപ്പോൾ ഹൗ സെൽഫിഷ് ഹീ ഈസ് എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റണം. ഇങ്ങനെ എങ്ങനെയാ? ഹീ, അതായത് ഈ സബ്ജക്റ്റ് ആദ്യം എഴുതണം, പിന്നെ വെർബ് എഴുതണം, പിന്നെ ഈ വാക്ക് എഴുതണം. അതിൻ്റെ ഇടയിൽ ഒരു വെരിയൊക്കെ എഴുതിയാൽ നല്ല ഭംഗിയാണ്. ഹീ ഈസ് വെരി സെൽഫിഷ് എന്ന് എഴുതിയാൽ കുറേയും കൂടി സ്റ്റൈലായി. ഇത് എഴുതുന്നില്ലെങ്കിൽ മതി. ഹീ ഈസ് സെൽഫിഷ്. എന്തൊരു സ്വാർത്ഥിയാണ് അവൻ. ആ എന്തോരു എന്നുള്ള വാക്ക് മാറ്റുമ്പോൾ ഉത്തരത്തിലൊരു വളരെയേറെ എന്ന് പറയുന്നത് ഭംഗിയല്ലേ? അതിനല്ലേ വെരി എന്ന് പറയുക. അപ്പോൾ ഹീ സെൽഫിഷ് നോ, ഹീസ് വെരി സെൽഫിഷ് നോ പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററിയെ സ്റ്റേറ്റ്മെൻ്റ് ആക്കി മാറ്റി, അസേർട്ടീവ് ആക്കി മാറ്റി. ഇനി ഈ അസേർട്ടീവ് സെൻറ്റൻസിനെയാണ് നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റരുത്.
മാറ്റുമ്പോൾ രണ്ടാമത്തെ നിയമമാണ് റിപ്പോർട്ടിംഗ് വർബ് ഏത് തന്നാലും അതിനെ എക്സ്ക്ലെയിം എന്നുള്ള റിപ്പോർട്ടിംഗ് വർബാക്കി മാറ്റണം. ആശ്ചര്യത്തോടെ പറയുന്നു എന്നാക്കി മാറ്റണം. ഇവിടെ റിപ്പോർട്ടിംഗ് വർബ് തന്നത് ടെൽസാണ്, പ്രസൻറ്റ് ടെൻസിലാണ് തന്നിനി. അപ്പം നമ്മൾ എക്സ്ക്ലെയിംഡ് എന്ന് എഴുതിപ്പോയിക്കൂടാ, എക്സ്ക്ലെയിംസ് എന്ന് എഴുതണം. ടോൾഡ് തന്നാലേ എക്സ്ക്ലെയിംഡ് എന്ന് എഴുതിക്കൂടൂ. ടെല്ല് തന്നാൽ എക്സ്ക്ലെയിം, ടെൽസ് തന്നാൽ എക്സ്ക്ലെയിംസ്, ടോൾഡ് തന്നാൽ എക്സ്ക്ലെയിംഡ്. അപ്പം എങ്ങനെ ആൻസർ? ദ സ്ട്രേഞ്ചർ. ടെൽസിനെ മാറ്റി എക്സ്ക്ലെയിംസ് എന്നാക്കി. പിന്നെ മീ. ഇനി അസേർട്ടീവിനെ മാറ്റുമ്പം ദാറ്റ് എന്ന കൺജങ്ഷൻ ചേർക്കണ്ടേ? വേണം. ഇനി ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്, അത് ഹീ തന്നെ. ഇനി ഈസ് വാസാവൂ എന്ന് ചോദിച്ചാൽ ഇല്ല. അസേർട്ടീവിനെ മാറ്റുമ്പോഴുള്ള നിയമം എല്ലാവരും മനസ്സിൽ ഓർമ്മയില്ലേ? റിപ്പോർട്ടിംഗ് വർബ് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ആണല്ലോ. ഉത്തരമായി എഴുതുന്ന ഇൻഡയറക്റ്റ് സ്പീച്ചും പ്രസൻറ്റ് ടെൻസിൽ എഴുതിക്കൂടൂ. ഇവിടെ ഇപ്പോൾ പ്രസൻറ്റ് ടെൻസിലാണ് വാചകം തന്നെ. ഉത്തരത്തിൽ ഈസ് വാസാവൂല, ഈസ് തന്നെ ആവും. ആ വാസാവൂല വാസാവുമായിരുന്നു. ഇത് എക്സ്ക്ലെയിംഡ്. ഇവിടെ ടോൾഡ് തന്നിട്ട് എക്സ്ക്ലെയിംഡ് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് എൻ്റെ കുട്ടികൾ ഗ്രാമർ പഠിച്ച കുട്ടികളായിട്ട് മാറേണ്ടത്. അപ്പം നിങ്ങൾക്ക് തന്നെ പറയാം, ഓപ്ഷനിലെ ശരി ഉത്തരം ഇതാണ്. ഇനി തെറ്റായ ഉത്തരം എന്താ തരുവാന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. ദ സ്ട്രെയിഞ്ചർ ടെൽസിനെ എക്സ്ക്ലെയിംസ് ആക്കുന്നതിന് പോലെ എക്സ്ക്ലെയിംഡ് എന്നുള്ള ആൻസർ ഉണ്ടാവും. പിന്നെ ബാക്കിയൊന്നും നോക്കണ്ട, അത് തെറ്റി. മറ്റൊരു ഓപ്ഷൻ ദ സ്ട്രെയിഞ്ചർ എക്സ്ക്ലെയിംസ് മീ തന്നെ ഉണ്ടാവും. ഈ ദാറ്റ് എഴുതും, ഹീ ആയിട്ട് തന്നെ തരും. ഈസിനെ പിടിച്ച് വാസാക്കിയൊരു ഓപ്ഷൻ ഉണ്ടാവും. കുറേ ആൾ അതിൽ വീണ് മരിക്കും. ഇവിടെയൊക്കെയാണ് കുട്ടികളെ ഗ്രാമർ എന്ന് പറയുന്നത്. അത് അടിസ്ഥാന നിയമം പഠിച്ചിട്ടാണോ പരീക്ഷാ ഹാളിൽ വന്നിരിക്കുന്നത് നോക്കൽ. ഇതാണ് എക്സ്ക്ലമേറ്ററിയുടെ സെക്കൻഡ് എക്സാമ്പിൾ. ദ ഗേൾ ടോൾഡ് ഹെർ ഹസ്ബൻഡ്, കൊമ ഇൻവേർട്ടർ കൊമയിൽ ഗുഡ് ഹെവൻസ് ആശ്ചര്യചിഹ്നം. അത് ഗുഡ് ഹെവൻസ് നോ, ഓന്നോ, ആന്നോ, ഹുറാന്നോ, അലാസ്നോ എന്തെങ്കിലും തരുന്ന കുട്ടികളെ. ഇതെല്ലാം അർത്ഥമില്ലാത്ത വാക്കുകളാണ്. ആശ്ചര്യം വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളാണ്. ഇത്തരം പദങ്ങളെയാണ് ഇൻ്റർജെഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ പാടുക ആശ്ചര്യചിഹ്നം. അപ്പം ദ ഗേൾ ടോൾഡ് ഹെർ ഹസ്ബൻഡ് ഗുഡ് ഹെവൻസ്. ബാക്കി പറഞ്ഞിരിക്കുന്ന അവൾ പറഞ്ഞ വാചകം കേട്ടോ. ഐ ഹാവ് ലോസ്റ്റ് ദിസ് ചാൻസ്. ഫുൾ സ്റ്റോപ്പാണ്, ഇൻവെർട്ടഡ് കൊമ ക്ലോസ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യനും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റാൻ കിട്ടിയാൽ എൻ്റെ കുട്ടികൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇൻവെർട്ടഡ് കൊമക്കകത്ത് തന്ന സെൻറ്റൻസ് മൊത്തം പരിശോധിച്ചിട്ട് അത് അസേർട്ടീവോ, ഇമ്പറേറ്റീവോ, ഇൻ്ററോഗേറ്റീവോ, എക്സ്ക്ലമേറ്ററിയോ എന്ന് തിരിച്ചറിയണം. പരിശോധിക്കുമ്പം ഗുഡ് ഹെവൻസിൽ തുടങ്ങി ആശ്ചര്യചിഹ്നം കാണുന്നു. ഗ്രാമർ ഭാഷയിൽ പറഞ്ഞാൽ ഇൻ്റർജെക്ഷനായ ഗുഡ് ഹെവൻസ് തന്നിട്ട് ആശ്ചര്യചിഹ്നം. പിന്നെ ഒന്നും ചിന്തിക്കണ്ട, ദ ഗിവൺ സെൻറ്റൻസ് ഈസ് എക്സ്ക്ലമേറ്ററി. അപ്പോൾ സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് റിപ്പോർട്ടിംഗ് വർബിലേക്ക് നോക്കണം. ടോൾഡ് അതിന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എക്സ്ക്ലെയിംഡ് എന്നാക്കണം. ടെല്ലാണെങ്കിലോ എക്സ്ക്ലെയിം, ടെൽസ് ആണെങ്കിലോ എക്സ്ക്ലെയിംസ്. ഇനി സേ ആണെങ്കിൽ എക്സ്ക്ലെയിം, സെയ്സ് ആണെങ്കിൽ എക്സ്ക്ലെയിംസ്, സെഡ് ആണെങ്കിലാണ് എക്സ്ക്ലെയിംഡ്. റിപ്പോർട്ടിംഗ് വർബിൻ്റെ ടെൻസ് നോക്കുക, അതിനനുസരിച്ച് എക്സ്ക്ലെയിമോ എക്സ്ക്ലെയിംസോ എക്സ്ക്ലെയിംഡോ എഴുതുവാന്ന്. പിന്നെ പറഞ്ഞൊരു സ്റ്റെപ്പ് തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററിനെ അസേർട്ടീവാക്കി മാറ്റണം. പക്ഷെ ഇവിടെ നമുക്കെന്താ ഒരു സമാധാനം? ഇത് അസേർട്ടീവാക്കി മാറ്റണ്ട, ഈ ഗുഡ് ഹെവൻസിനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ പിന്നെ അസേർട്ടീവ് തന്നെയായില്ല, ഇത് സബ്ജക്റ്റ് വർബ് തന്നെയായില്ലത്. അപ്പം ഇങ്ങനെ ഇൻ്റർജെക്ഷനിൽ തുടങ്ങുന്ന ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് അവർ പരീക്ഷയ്ക്ക് തരുന്നതെങ്കിൽ നമുക്ക് ഭാഗ്യമായി. തന്നിട്ടുള്ള എക്സ്ക്ലമേറ്ററിനെ അസേർട്ടീവാക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെ വരും? ദ ഗേൾ എക്സ്ക്ലെയിംഡ് ഹെർ ഹസ്ബൻഡ് അല്ലേ? ദ ഗേൾ എഴുതി, ടോൾഡിന് പകരം എക്സ്ക്ലെയിംഡ് എഴുതി, ഹെർ ഹസ്ബൻഡ്.
ഇനി കൺജങ്ഷനായ ദാറ്റ് നമ്മൾ എഴുതി. ഇനി ഉദ്ധരണിക്കുള്ളിലുള്ള വാചകം നോക്കാനാ. ഗുഡ് ഹെവൻസ് ആണ്, അത് പോയില്ല കുട്ടികളെ. ടോൾഡിന് പകരം നിങ്ങൾ എക്സ്ക്ലെയിമഡ് നേടിയാൽ ആശ്ചര്യത്തോടെ പറഞ്ഞു നൈ. പെൺകുട്ടി അവളുടെ ഹസ്ബൻഡിനോട് ആശ്ചര്യത്തോടെ പറഞ്ഞു. പിന്നെ ഈശ്വരാ അല്ല ഓ ആ ഹൂ എന്നുള്ളാക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടോ? അപ്പം ഇത് എക്സ്ക്ലെയിമഡ് നാക്കുമ്പം ഇവിടെ ഏത് ഇൻ്റർജക്ഷനാണോ തന്നത് അത് ഇതിൻ്റെ അകത്ത് പെട്ടു. പിന്നെ ഇങ്ങനൊരു വാക്കിന് ജീവനില്ല, അത് പോയി അവിടുന്ന്. ഇനിയിപ്പം ഐ ഹാവ് ലോസ്റ്റ് ദിസ് ചാൻസ് എന്നുള്ള ഈ സെൻറ്റൻസിനെ നേരിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റിയാൽ മതി. അയ്യാരാവും, എനിക്ക് ഈ ചാൻസ് നഷ്ടപ്പെട്ടു. പെൺകുട്ടി ആശ്ചര്യത്തോടെ പറഞ്ഞു എനിക്ക് എന്ന് പറഞ്ഞാൽ അവൾക്ക്. അപ്പം ഐ പോയിട്ട് ദ ഗേളാവും. ഗേളാവും എന്ന് പറഞ്ഞാൽ ഷീ ആവും. ഇവിടെ ബോയ്യാ പറയുന്നെങ്കിൽ ഹീ ആവും അല്ലേ? പിന്നെ ഇത് റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായില്ലത്. അപ്പം ഈ ഹാവ് എന്താവും? ഹാഡ് ആവും, പാസ്റ്റ് ആവും. ലോസ്റ്റിനൊന്നും മാറ്റൂല, ലോസ്റ്റ് തന്നെ. ദിസ് ചാൻസ് എന്താവും? ദാറ്റ് ചാൻസ്. ദിസ് ദാറ്റ് ആവും. പിന്നെ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ദ ഗേൾ എക്സ്ക്ലെയിംഡ് ഹെർ ഹസ്ബൻഡ് ദാറ്റ് ഷീ ഹാഡ് ലോസ്റ്റ് ദാറ്റ് ചാൻസ്. ക്ലിയർ ആയോ? ഇതാണ് കുട്ടികളെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോഴുള്ള നിയമം. അപ്പം നമ്മൾ 4 തരം സെൻറ്റൻസിനെയും ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടെന്നാണ് ഇതുവരെ പഠിച്ചത്.